വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷത്തിലേക്ക് നാം കടക്കുകയാണ്. ലോകം മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം പുൽക്കൂടുകൾ ഉയരുകയാണ്. അന്നത്തെ ആ ബെത്ലഹേമിലെ ലാളിത്യത്തിൻ്റെ പുൽക്കൂട് പണിയാൻ ഇന്ന് ലക്ഷങ്ങളും കോടികളുമെല്ലാം ചെലവാക്കുന്നതിൻ്റെ മത്സരത്തിലാണ് നാം എല്ലാം. ഈ ഒരു കാലഘട്ടത്തിലാണ് അന്ന് ബെത്ലഹേമിൽ പണിത ആ ലാളിത്യത്തിൻ്റെ പുൽക്കൂട് ഇവിടെ മുരിങ്ങൂര് ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതെങ്ങനെയെന്നല്ലേ, നാം എല്ലാം പാഴ്വസ്തുക്കളായിട്ട്, അത് ഭൂമിക്ക് ദോഷമായി എറിയുന്ന കുറേ പാഴ്വസ്തുക്കളൊക്കെ ഉണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്ത് ഈ കുട്ടികൾ വളരെ മനോഹരമായ ഒരു പുൽക്കൂടാണ് ഈ സ്കൂൾ അങ്കണത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് കാണാം. ഇവിടെ നിന്ന് തുടങ്ങുകയാണ് അവരുടെ ഈ ഒരു പുൽക്കൂടിൻ്റെ മനോഹാരിത. നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഈ സോഡയുടെ കുപ്പിയുടെ അടപ്പുണ്ടല്ലോ, അതൊക്കെ നമ്മൾ താഴെ കളയുന്നതാണ് വെറുതെ. ഇത് ഇവർ ഒരുപാട് കളക്ട് ചെയ്തിട്ട് അത് വെച്ച് വളരെ മനോഹരമായി തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഫ്ലോർ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ്. കുട്ടികൾ തന്നെ ഉണ്ടാക്കിയ ചെറിയ ചെറിയ കാർഡ്ബോർഡ് പൊട്ടിയും ഇതെല്ലാം ഉപയോഗിച്ചുണ്ടാക്കിയ വീടുകളും, ഒപ്പം ഈ ഒരു കാർക്ക് ഇങ്ങനെ ഒരേ കളറിലുള്ളത് ഒരേ രീതിയിലുള്ളതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയിൽ. ഒപ്പം നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികൾ അത് വളരെ മനോഹരമായി കളർ വെള്ളമൊക്കെ ചേർത്ത് അവർ ബൗണ്ടറി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തുണിയും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരു മഞ്ഞു മനുഷ്യൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുൽക്കൂടി ചുറ്റും. അതിനകത്ത് ഏറ്റവും മറ്റൊരു മനോഹാരിത എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ തീർത്തിരിക്കുന്ന ആ ഒരു ട്രീ ആണ്. ആ ട്രീയിൽ നമുക്കറിയാം നിരവധി മരുന്നുകളുടെ ആ ഒരു സ്ട്രിപ്പ് അവിടെ നമുക്ക് ഒട്ടിച്ച് വെച്ചിട്ടാണ് അവർ ഈ ഒരു ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രീയുടെ മേലുള്ള സ്റ്റാറും അതേ രീതിയിൽ തന്നെ. നമ്മളിതെല്ലാം കളയുന്നതാണ് അല്ലേ, നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഇതെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നതാണ്. ഈ വലിച്ചെറിയുന്ന കുട്ടികൾ കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ ഒരു പുൽക്കൂട് കൺസെപ്റ്റിലൂടെ അവരത് വീടുകളിൽ നിന്നും പുറമെ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് കളക്ട് ചെയ്താണ് ഇത്ര മനോഹരമായ ഒരു പുൽക്കൂട് അവരിവിടെ തീർത്തിരിക്കുന്നത്. മറ്റൊരു മനോഹരമായിട്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധപ്പെട്ട ഈ ഒരു സ്ലെഡ്ജാണ്. ഈ ഒരു സ്ലെഡ്ജും അവർ തെർമോക്കോളും ഇതെല്ലാം ഉപയോഗിച്ചുണ്ടാക്കി. അതിനകത്തും നേരത്തെ പറഞ്ഞ പോലെ സോഡ കുപ്പിയുടെ ആ ഒരു അടപ്പ് ഒക്കെ ചേർത്ത് വെച്ച് അതും പെയിൻറ്റ് ചെയ്ത് വളരെ മനോഹരമായി ഒരു സ്ലെഡ്ജ് അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രവും, ആ നക്ഷത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരേ രീതിയിലുള്ള മരുന്നുകളുടെ സ്ട്രിപ്പ്, നടുക്ക് ബ്ലാക്കും ബാക്കി ചുറ്റും വൈറ്റും. ഒരുപാട് ചാക്ക് അവർ ഇതുപോലെ കുട്ടികൾ ഇവിടുത്തെ മാഷ് പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ഒരു പറമ്പുകളിലും വീട് വഴിവെക്കിലെല്ലാം നമ്മളെല്ലാം വേസ്റ്റായിട്ട് കളയുന്ന ഇതെല്ലാം അവർ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് കളക്ട് ചെയ്ത് ഒരു മനോഹരമായൊരു നക്ഷത്രം അവരുടെ തീർത്തിരിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും മറ്റൊരു സെക്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു കുപ്പികൾ, വേസ്റ്റ് കുപ്പികൾ, ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ അവർ കളക്ട് ചെയ്തു. അതിലെല്ലാം വെള്ളം നിറച്ച് മനോഹരമാക്കിയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഒരു സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പേനയുടെ വേസ്റ്റുകളാണ്. പേനകൾ റീഫില്ല് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് എടുത്ത് കളയുന്ന ഒരു സംഭവമാണ്. ആ പേനകളുടെ എല്ലാം കളക്ട് ചെയ്ത് അവർ ഒരുക്കി ഒരു വീട് തന്നെ, ഒരു പുൽക്കൂട് പോലെ തന്നെ ഒരു വീട് അവർ ഇത് വെച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്, പേന മാത്രം ഉപയോഗിച്ച്. അതേപോലെ തന്നെ ഫ്ലോറും അവർ അതിൻ്റെ മനോഹാരിതയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു വളരെ പാഴ്വസ്തുവായിട്ട് നമ്മളാരും ശ്രദ്ധിക്കാതെ ഇതെല്ലാം വലിച്ച് അലക്ഷ്യമായി എറിയുന്നൊരു സംഭവമാണ്. ഇതെല്ലാം വെച്ചിട്ട് ഒരു മനോഹരമായ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ ഒരു സ്കൂളും ആ സ്കൂളിലെ കുറേ കുട്ടികളും ഇറങ്ങിയതിൻ്റെ വളരെ മനോഹരമായ കാഴ്ച നമ്മൾ കാണാൻ സാധിക്കുന്നു. ഇതിന് എല്ലാം ഉപരി ലാളിത്യത്തിൻ്റെ പുൽക്കൂട് ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി ഇവർ മറ്റൊരു ലക്ഷ്യം കൂടി ഈ കുട്ടികൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അത് മറ്റൊന്നല്ല, ലഹരി. ഞങ്ങൾ ലഹരിക്കെതിരെ എന്നൊരു ആപ്തവാക്യവും കൂടിയാണ് ഈ ഒരു പുൽക്കൂടിൻ്റെ പിന്നിൽ അവരുടെ ലക്ഷ്യം. ഇത് യുവജനങ്ങളുടെ ഇടയിൽ നിന്ന്, കുട്ടികളുടെ ഇടയിൽ നിന്നെല്ലാം ലഹരിയെ ഉന്മൂലനം ചെയ്യുക, ലഹരി മാറ്റി നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഈ കുട്ടികൾ നമ്മുടെ എല്ലാം മുമ്പിൽ വയ്ക്കുന്നുണ്ട്.
പബ്ലിക് സ്കൂളിൽ നിന്നും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശവുമായി 2023 ക്രിസ്മസ് ആഗതമാവുകയാണ്. ലിറ്റിൽ ഫ്ലവർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും കുഞ്ഞുങ്ങൾ നൂതനമായ ആശയങ്ങളിലൂടെയാണ് പുൽക്കൂട് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു തിരുക്കർമ്മത്തിലേക്ക് കടന്നു വരുന്നത്. ഓരോ പുൽക്കൂടും നമ്മെ ഓർമ്മിപ്പിക്കുക ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു സന്ദേശമാണ്. ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളിലേക്ക് ലാളിത്യം എത്തിക്കുക എന്നുള്ളൊരു മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വർഷം നമ്മളെല്ലാം ഉപയോഗിച്ചെറിയുന്ന ഗുളികയുടെ ടാബ്ലറ്റിൻ്റെ എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും അതോടൊപ്പം തന്നെ കുപ്പിയുടെ അടപ്പുകൾ, പേനകൾ, ഉപയോഗശൂന്യമായ എല്ലാ വസ്തുക്കളും കൊണ്ട് ലാളിത്യത്തിലൂടെ നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാം എന്നൊരു സന്ദേശം കുട്ടികൾക്കും സമൂഹത്തിന് നൽകുക എന്നതാണ് ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. കൂടാതെ ലഹരിക്കെതിരെ ഇന്നത്തെ സമൂഹത്തെ ഉണർത്തുക. ലഹരി എത്രമാത്രം ആപൽക്കരമാണ്, അത് കുട്ടികളിലൂടെ നല്ലൊരു സമൂഹത്തിലേക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ഒരു സന്ദേശം കൊടുക്കുക എന്നൊരു ദൗത്യം കൂടെ ഞങ്ങൾ ഇതിലൂടെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആഗതമാകുന്ന ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നന്ദി. ഇന്നത്തെ ലോകത്ത് ലഹരിയുടെയും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് വസ്തുക്കളുടെയും ഉപയോഗമാണ് ഒരു പരിധിവരെ കൂടുതലായി കണ്ടത്. ഈ ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ കുട്ടികളുമായി അത് പങ്കുവച്ചു, പ്രിൻസിപ്പൽ സിസ്റ്ററുമായിട്ട് പങ്കുവച്ചു. അവരിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനമാണ് ഇത്തരത്തിലുള്ള വേറിട്ട ഒരു ചിന്തയിലേക്ക് എന്നെ നയിച്ചത്. ആ ആശയം പ്രകാരം കുട്ടികളോട് പറഞ്ഞ അന്ന് മുതൽ കുട്ടികളെല്ലാവരും തന്നെ ക്ലാസ്സുകളിൽ നിന്നും മരുന്നിൻ്റെ സ്ട്രിപ്പായാലും എംറ്റി ബോട്ടിൽസ് ആയാലും അതുപോലെ തന്നെ അവർ നടത്തിയ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നടത്തിയ കടയിൽ നിന്നും ശേഖരിച്ചതായ കുപ്പികളുടെ അടപ്പുകളൊക്കെ അവർ തന്നെയാണ് ശേഖരിച്ചത്. അവർ തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് ശേഖരിച്ചു തുടങ്ങി. ഏതാണ്ട് ഒരു വർഷക്കാലത്തെ പ്രയത്നമാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ ഞങ്ങൾക്ക് എക്സിബിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. കുട്ടികൾ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 7 മണി വരെയൊക്കെ നിന്ന് അവരുടെ ഒത്ത് ഞാനും നിന്ന് പ്രവർത്തിച്ചിരുന്നു. സിസ്റ്റർമാരാണെങ്കിലും വന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും തന്നുകൊണ്ടിരുന്നു. ഇന്ന് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത് 2 ആശയപരമായ ഒരു പുൽക്കൂടാണ്. അതിൽ പ്രധാനമായിട്ട് 2 ആശയമാണ് ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത്, ഇന്നത്തെ ഈ സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരികയാണല്ലോ. അപ്പോൾ ആ ലഹരി വസ്തുക്കൾക്കെതിരെ നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളൊരു ആശയമായിട്ടാണ്. രണ്ടാമത് പറയുന്നത്, നമ്മുടെ പ്ലാസ്റ്റിക് വസ്തുക്കൾ നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ട് അത് നിരോധിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ അത് വലിച്ചെറിയാതെ നമ്മൾ എങ്ങനെ റീസൈക്കിൾ ചെയ്ത് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു ഉദാഹരണം കൂടി നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നത് ഈ മരുന്നിൻ്റെ സ്ട്രാപ്പുകളുണ്ട്, വേസ്റ്റ് സ്ട്രാപ്പുകളുണ്ട്. അത് നമ്മൾ ജൂൺ മാസം തൊട്ട് നമ്മുടെ പിള്ളേരിൽ നിന്ന് ശേഖരിച്ച് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണിത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് വസ്തുക്കൾ എന്ന് വെച്ചാൽ നമ്മൾ മാതൃഭൂമി സീഡ് ക്ലബ്ബായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവരപ്പോൾ ഒരു സഞ്ചി തന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് ഫില്ലാകുമ്പോൾ നമ്മളവരെ വിളിക്കും, അവരത് ശേഖരിച്ച് കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ട് കുപ്പികളും പേനകളും കൊണ്ട് നമ്മൾ നമ്മുടെ ഒരു പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ ശേഖരിച്ച് ഈ ജൂൺ മാസം തുടങ്ങി നമ്മൾ ഏകദേശം 1 വർഷത്തോളം അതിനുവേണ്ടി ഒരു വർക്കായിട്ട് നമ്മുടെ പിള്ളേരിൽ നിന്ന് തന്നെ ഒരു നല്ലൊരു ബോധവൽക്കരണം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ പിള്ളേരിൽ നിന്ന് തന്നെ നമ്മളത് ശേഖരിച്ചിട്ടുള്ളതാണ് ഈ പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ തന്നെ പേനകളും.
ഞങ്ങളെല്ലാവരും കൂടി 32 പേരടക്കം ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം 7 മണി വരെയോളം എല്ലാ പിള്ളേരും നല്ലോണം സഹകരിച്ച് ഇതിനുവേണ്ടി നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ടും ഈ പുൽക്കൂട് ഒരുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് സോഡ കുപ്പിയുടെ അടുപ്പനുകൾ. സോഡ കുപ്പിയുടെ അടുപ്പനുകൾ നമ്മൾ ഇവിടെ ചാരിറ്റിക്ക് വേണ്ടി ഞങ്ങളൊരു സ്റ്റാൾ ഇട്ടിരുന്നു. ഈ വർഷം എല്ലാം ഞങ്ങൾ സ്റ്റാൾ ഇട്ടിരുന്നു. ആ സ്റ്റാളിൽ നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ സോഡയുടെ അടുപ്പനുകളാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് പേനകൾ, പിന്നെ കാർഡ്ബോർഡ്, പിന്നെ മരുന്നിൻ്റെ സ്ട്രാപ്പുകൾ ഒക്കെയാണ് ഞങ്ങൾ ഇത് ഒരുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ.